ഏവർക്കും വന്ദനം, സ്വാഗതം, നമസ്കാരം. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 10, 11, 12 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഒടുവിൽ കർത്താവിനാലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. ഈ ഒരു ഭാഗം ക്രിസ്ത്യാനികളായി എന്നെ ശ്രവിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ പലവട്ടം വായിച്ചിട്ടുള്ളതും ഇതിനെ ആസ്പദമാക്കി ഒരുപക്ഷെ പല പ്രസംഗങ്ങളും ദൂതുകളും കേട്ടിട്ടുള്ളതുമാകുന്നു. അക്രൈസ്തവരായ എൻ്റെ സഹോദരീ സഹോദരങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ വേണ്ടതുപോലെ പരിചയമില്ല എങ്കിൽ അത് ന്യായമാണ്, മനസ്സിലാക്കാൻ എളുപ്പമായ കാര്യവുമാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ആശയങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എപ്രകാരം പ്രസക്തമാകുന്നുവോ അപ്രകാരം തന്നെ ക്രിസ്തു മതത്തിലല്ലാത്ത മറ്റ് ആത്മീയ പാരമ്പര്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും തുല്യമായി പ്രസക്തവും പ്രയോജനവുമാണ് ആകാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഈ ചിന്തകൾ ഏവരുമായി ഞാൻ പങ്കിടുന്നത്. ഞാൻ എൻ്റെ പൊതുവായ കാഴ്ചപ്പാട് ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കട്ടെ. ആത്മീയമായ സമ്പത്ത് മനുഷ്യരാശിയുടെ പൊതുവായ സ്വത്താണ്. സ്പിരിച്വൽ ലിറ്ററേച്ചർ ഈസ് ദ കോമൺ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ. അത് എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും മനുഷ്യരാശിയുടെ പൊതുവായ സ്വത്താണ്. ആത്മീയമായ കാര്യങ്ങൾ സാർവലൗകികമാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ്. അതേത് മതത്തിൽ ആവിർഭവിച്ചു എന്നത് പ്രശ്നമാക്കേണ്ട കാര്യമേ അല്ല. ആത്മീയ വെളിച്ചമുള്ള തിരിച്ചറിവുകൾ ഏത് ദിശയിൽ നിന്നും, ഏത് മതത്തിൽ നിന്നും, ഏത് സംസ്കാരത്തിൽ നിന്നും, യുഗത്തിൽ നിന്നും പൊന്തി വന്നാലും അവയെ നന്ദിയോടെ സ്വീകരിക്കുകയാണ് സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. എൻ്റെ സമീപനം അതാണ്. മറ്റുള്ള മതങ്ങളെ വേണ്ടതുപോലെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിൻ്റെ ആത്മീയമായ സമ്പത്ത് നിധി തിരിച്ചറിയുവാനും എനിക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ പരിമിതിയും പരാജയവുമാണ് എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയും സമ്മതിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഇത് വളരെ പരിചിതമായൊരു ഭാഗമാണ്. നാം യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങളോടല്ല എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ അദ്ദേഹം മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ ഒരു യുദ്ധത്തോട് ഉപമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാഥമികമായി നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. ഹ്യൂമൻ ബീയിങ് സ്പിരിച്വൽ ലൈഫ് ഈസ് എ ബ്രൂട്ടൽ സ്ട്രഗിൾ. ഒരു ഫ്രഞ്ച് കവി അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ആത്മീയമായ യുദ്ധങ്ങൾ, മാൻസ് സ്പിരിച്വൽ ബാറ്റിൽസ് ആർ മോർ ബ്രൂട്ടൽ ദാൻ ഹിസ് മിലിറ്ററി സ്ട്രഗിൾസ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബൗഡ്ലെയർ എന്നാണ്. ബൗഡ്ലെയർ, BAUDLAIRE, ബൗഡ്ലെയർ. മാൻസ് സ്പിരിച്വൽ സ്ട്രഗിൾസ് ആർ മോർ ബ്രൂട്ടൽ ദാൻ ഹിസ് വേൾഡ്ലി വാർസ്. അപ്പോൾ അത് സ്പഷ്ടമാണ്, സത്യമാണ്, സ്വീകാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ ആത്മീയമായി നോക്കുമ്പോൾ ഒരു വലിയ സംഘർഷം അനിവാര്യമായ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമുക്ക് രണ്ട് തികച്ചും വ്യത്യസ്തമായ പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാട് ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് ഹ്രസ്വമായി ഒന്ന് പരിഗണിക്കേണ്ട, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രം, ഒന്ന് നോട്ട് ചെയ്യുക മാത്രമേ നമുക്കിപ്പോൾ സാധ്യമാകുകയുള്ളൂ. ഒന്ന്, അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയാസവുമില്ലാതെ സുഖമായി ബാക്കിയുള്ള സമയം ജീവിക്കും എന്നതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവായി സ്ഥിതി ചെയ്യുന്ന
യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പഠിപ്പീര്. ഇത് കേൾക്കുമ്പോൾ സുഖമുണ്ടെങ്കിലും ഇത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പുലബന്ധം പോലുമില്ലാത്ത ഒരു സങ്കല്പമാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ധാരണയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി വളരെ വളരെ അവിസ്മരണീയമായി വർണ്ണിക്കുന്നത്. നാം യുദ്ധം ചെയ്യുന്നത്, നാം പോരാടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സംശയമില്ല, മനുഷ്യ ആത്മീയ ജീവിതം ഒരു വലിയ ശ്രദ്ധേയമായ സാഹസികമായ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ അവസ്ഥയാണ്. ഇത് നാം വ്യക്തമായി ധരിക്കുക. എന്നാൽ രണ്ടാമത്തെ കാര്യം അതും വ്യക്തമായി ധരിക്കേണ്ടത്, നാം പോരാടുന്നുണ്ട്, പക്ഷേ നാം ആരോടാണ് പോരാടുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ സത്യസന്ധമായ ഒരു ധാരണയുണ്ടാകണം. ഞാൻ പോരാളിയാണ്, അതുകൊണ്ട് വരുന്നവൻ്റെ എല്ലാം മേക്കെട്ട് കയറിയാൽ അത് പോരാളിയുടെ ലക്ഷണമല്ല. അവൻ ഒന്നിൽ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ അവൻ തെമ്മാടിയാണ്. അതുകൊണ്ട് വിശ്വാസിയും ഭ്രാന്തനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ വിശ്വാസിയും തെമ്മാടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നാം കൂട്ടാക്കണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത്, നാം പോരാടേണ്ടത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നാം കാണുന്ന ഭൗതികമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മർമ്മങ്ങളോടല്ല. ഇവയ്ക്കെല്ലാം മൂലകാരണമായ മറ്റൊരു സ്രോതസ്സുണ്ട്, മറ്റൊരു ഉറവിടമുണ്ട്. നാം ഈ ഭൂമിയിൽ കാണുന്നതിൻ്റെ എല്ലാം ഉറവിടം ഭൂമിയല്ല, ഭൂമിക്ക് അതീതമായ അഭൗമമായ ഒരു തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അതിനെ വേണ്ടതുപോലെ വ്യക്തമായി പറഞ്ഞറിയിക്കുവാൻ മനുഷ്യൻ്റെ ഭാഷ വേണ്ടതുപോലെ വളർന്നിട്ടില്ലാത്തത് കൊണ്ട്, വികസനം പ്രാപിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, ഇന്നും അതിന് വികസനം പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ട്, കാവ്യാത്മകമായ ഭാഷയിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെ ഇപ്രകാരമാണ് പ്രതികരിക്കുന്നത്, രേഖപ്പെടുത്തുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നാം പോരാടേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത് ആദ്യമായി എന്തിനോടല്ല എന്ന് സൂചിപ്പിക്കുന്നു. നമുക്കൊരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമാകണമെങ്കിൽ രണ്ട് വിധത്തിൽ അത് പറഞ്ഞാൽ സഹായിക്കും. ഒന്ന്, ഇപ്പോൾ ചിരിക്കുക എന്നാൽ എന്താണ്? അപ്പോൾ അത് ആദ്യം പറയേണ്ടത് ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല എന്നാണ്. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ മൂക്ക് ചൊറിയുന്നു, അത് ചിരിക്കുകയല്ല. അല്ലെങ്കിൽ ഞാൻ കണ്ണു മേപ്പോട്ട് തള്ളി നിൽക്കുന്നു, അതുകൊണ്ട് അത് ചിരിക്കുന്നതല്ല. അപ്പോൾ ചിരി എന്ന് പറഞ്ഞാൽ എന്തല്ല? അത് ചുമ്മാ ഹ ഹ ഹ അത് ചിരിയല്ല. പിന്നെ പറയണം എന്താണ് ചിരി, ചിരി എന്തല്ല എന്നാദ്യം പറയുകയും അതിനുശേഷം ചിരി എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി. കാരണം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ മനുഷ്യ അവസ്ഥകളെ ഭാഷയുടെ മാധ്യമത്തിൽ വേണ്ടതുപോലെ നിർവചിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഞാൻ ചിരിയെപ്പറ്റി വളരെയധികം ഗവേഷണം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. നർമ്മബോധം എനിക്ക് നന്നായി ഇഷ്ടമാണ്. ഞാൻ ചിരിയെപ്പറ്റി, ഹ്യൂമർ എന്നാൽ എന്താണെന്നതിനെപ്പറ്റി ഒരു നല്ല വിവക്ഷ, ഒരു ഡെഫിനിഷൻ അന്വേഷിച്ചു. ഞാൻ കണ്ടെത്തിയിട്ടില്ല, ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അത് എന്താണ് എന്ന് കുറച്ച് ദീർഘമായി വിസ്തരിക്കുവാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അനേക ഗ്രന്ഥങ്ങളുണ്ട്. ചിലയൊക്കെ ഞാൻ വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സമീപനമാണ് അപ്പോസ്തലനോട് എടുക്കുന്നത്. ആദ്യം എന്താണ്? നാം പോരാടേണ്ടവരാണ്, പക്ഷേ നാം പോരാടേണ്ടത് ജഡരക്തങ്ങളോടല്ല. ഇത് വ്യക്തമായി കുറിക്കുക. ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ഓർത്തഡോക്സ് സഭക്കാരോടും യാക്കോബ സഭക്കാരോടും പറയുകയാണ്, മെത്രാന്മാരെ, പുരോഹിതന്മാരെ, വിശ്വാസികളെ, ഈ രണ്ട് സഭകളിലും ഉൾപ്പെട്ടിരിക്കുന്ന ആത്മീയ യോദ്ധാക്കളെ, നിങ്ങൾ പോരാടേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത് ജഡരക്തങ്ങളോടല്ല. നിങ്ങൾ പരസ്പരം വാളുയർത്തരുത് എന്ന് പറഞ്ഞാൽ, അവർ മടലുണ്ടെങ്കിൽ വിദഗ്ധമായി പ്രയോഗിച്ച് എന്നെ ഓടിച്ചിട്ട് തല്ലും. എന്നാൽ അതേസമയം തന്നെ ഞായറാഴ്ച തോറും പൗലോസ് അപ്പോസ്തലൻ്റെ എല്ലാ പഠിപ്പീരുകളും, പ്രത്യേകിച്ച് ഈ പഠിപ്പീര്, വളരെ ഭയഭക്തിയോടെ അതിനെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യും.
ഇങ്ങനെയുള്ളൊരു വലിയ കപടഭക്തി നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നതെങ്കിലും ദയവായി തിരിച്ചറിയുക. അപ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നാം യുദ്ധം ചെയ്യേണ്ടത്, പോരാടേണ്ടത് ജഡരക്തങ്ങളോടല്ല. പിന്നെ എന്താണ്? മുൻപോട്ട് പോകാം. വാഴ്ചകളോടും അധികാരങ്ങളോടും. ഇത് വളരെ പ്രതീകാത്മകമായ ഭാഷയാണ്. ആക്ഷരികമായി നിങ്ങളിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വാഴ്ചകൾ, ഈ ലോകത്തിലുള്ള എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ജഡരക്തങ്ങളുടെ വാഴ്ചകളും അധികാരങ്ങളുമാണ്. ഇപ്പോൾ രാജാവുണ്ട്, രാജാവിന് ജഡമില്ലേ? രക്തമില്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രസിഡൻ്റുണ്ട്. വഷളന്മാരാണ്, യുദ്ധം ചെയ്ത് കളയാം. തിന്മയെ എതിർക്കേണ്ടെന്നല്ല ഞാനീ പറയുന്നത്. പൗലോസിൻ്റെ ഭാഷ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാം യുദ്ധം ചെയ്യേണ്ടത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതി, അതായത് ലോകത്തെ നിയന്ത്രിച്ച് ഭരിച്ച് നടത്തുന്ന, ഇതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. അത് അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സർവ്വലോകത്തിലെ നമുക്കറിയാം, ഒരു നേതാവ് എത്ര ബലവാനാണെങ്കിലും അവന് സർവ്വലോകത്തിൻ്റെ മേലും ആധിപത്യം ഉണ്ടാകുകയില്ല. ഇപ്പം നമ്മുടെ ലോകത്തിലെ ഏറ്റവും കയ്യൂക്കുള്ള വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡൻറ്റ്. അമേരിക്കയ്ക്ക് ലോകാധിപത്യം ഉണ്ടെന്നുള്ളത് അമേരിക്കക്കാരൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പുറത്തെ റഷ്യൻ പ്രസിഡൻ്റായ പുടിൻ, റഷ്യയുടെ ആധിപത്യം ലോകത്ത് മുഴുവനും കഴിയുമെങ്കിൽ സ്ഥാപിക്കാനായിട്ട് തത്രപ്പെടുന്നു. അതിൻ്റെ വില മറ്റുള്ളവർ കൊടുക്കുന്നു. ഇത് ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഭ്രാന്താണ്. ലോകത്തെ അടക്കി ഭരിക്കുവാൻ ദൈവം ആർക്കും യാതൊരു അവകാശവും കൊടുത്തിട്ടില്ല. അത് ഒരു കാലത്തും സാധിക്കുകയുമില്ല. അതിനുവേണ്ടി ശ്രമിച്ചവരെല്ലാം മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ ശ്രമിക്കുന്നു അവരെല്ലാം ചരിത്രത്തിൻ്റെ വിഡ്ഢികളായി നമ്മുടെ അറിവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഒരു തത്വത്തിന്, ക്രമീകരണത്തിന് ഒരു കാലത്തും വ്യത്യാസം വരികയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആത്മീയമായ സമരം, അല്ലെങ്കിൽ സംഘർഷം, അല്ലെങ്കിൽ യുദ്ധം, പോരാട്ടം ഈ ജഡരക്തങ്ങളോടല്ല, പിന്നെയോ ഈ ജഡരക്തങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുകയും ദൈവനിർമ്മിതമായ ഈ ലോകത്തെ, പ്രകൃതിയെ, മനുഷ്യൻ്റെ അവസ്ഥകളെ തിന്മയുടെ അന്ധകാരം കൊണ്ട് നിറയ്ക്കുവാനായി എപ്പോഴും തത്രപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സാർവലൗകികമായി പ്രവർത്തിക്കുവാൻ പര്യാപ്തമായ ഒരു ശക്തി ഭൗതികമായ ഈ സംവിധാനങ്ങൾക്ക് അതീതമായി ഉണ്ട്. Above this material order there is another order of supernatural evil. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ദർശനം. അത് നമ്മൾ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന് മറ്റൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹം ഉദ്ദേശിച്ചത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രത്യേകമായ അവസ്ഥയെ നാം എന്ന് പരിഗണിക്കണം. പൗലോസ് അപ്പോസ്തലൻ തന്നെ വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നത്, ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. ഗമലിയേൽ എൻ്റെ പാദപീഠത്തിലിരുന്ന് നന്നേ വിദ്യാഭ്യസിച്ചവരാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസ്താവനകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന് യവന സംസ്കാരത്തോടും അതിൻ്റെ സാഹിത്യത്തോടും ദാർശനികതയോടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. മാത്രവുമല്ല, പേർഷ്യയിൽ ഉത്ഭവിച്ച മാനിക്കിയൻ റിലിജിയൻ, ഇപ്പം പാഴ്സികളുടെ സൗരാഷ്ട്രിയൻ റിലിജിയൻ, അതിനകത്ത് മനുഷ്യജീവിതം എപ്പോഴും നന്മയെന്ന് പറയുന്നൊരു ശക്തി, ഫോഴ്സ് ഓഫ് ഗുഡ്, തിന്മയുടെ ശക്തി, ഫോഴ്സ് ഓഫ് ഈവിൾ, ഇത് തമ്മിലുള്ള നിരന്തരമായ ഒരു സമരമായിട്ടാണ് മനുഷ്യ അവസ്ഥയെ പേർഷ്യൻ റിലിജിയൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വാധീനം എവിടെയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പൗലോസ് അപ്പോസ്തലനോട് വിഭാവന ചെയ്യുന്ന മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥ എന്താണ്? നിങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു യുദ്ധഭൂമിയാണ്. ദ ലൈഫ് ഓഫ് എ ബിലീവർ ഈസ് എ തിയേറ്റർ ഓഫ് വാർ. ഇവിടെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. അനന്തമായൊരു യുദ്ധത്തിൻ്റെ അനുസ്യൂതമായ ആവിഷ്കാരങ്ങളാണ്
ഓരോ വിശ്വാസിയുടെ ജീവിതവുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് നമ്മുടെ പരിഗണനയ്ക്ക് ഇപ്പോൾ വിധേയമായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ദർശനം എന്താണ്? അദ്ദേഹത്തിൻ്റെ ദർശനം ഈ ലോകത്തിലെ മനുഷ്യാവസ്ഥയെ നിരന്തരമായി സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. തികച്ചും പരസ്പര വ്യത്യാസമുള്ള, എപ്പോഴും ഒന്ന് മറ്റൊന്നിന് എതിരായി മാത്രം പ്രവർത്തിക്കുന്ന, ഒന്ന് മറ്റതിൻ്റെ ശത്രുവായി പ്രവർത്തിക്കുന്ന രണ്ട് ഘടകങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങളുടെയും സമ്മർദ്ദം, അവർ നടത്തുന്ന നിരന്തരമായ പോരാട്ടത്തിൻ്റെ തിക്തഫലം മനുഷ്യൻ്റെ ജീവിതാവസ്ഥയിൽ, വ്യക്തിപരമായും സാമൂഹികവുമായ അവരുടെ ജീവിതാവസ്ഥയിൽ എപ്പോഴും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആ യുദ്ധം നടക്കുന്നത് മനുഷ്യൻ്റെ ഇംഗിതമനുസരിച്ചല്ല. ദയവായി മനസ്സിലാക്കുക. ഈ അഭൗമമായ യുദ്ധം, കോസ്മിക് വാർ, നന്മയുടെ സൈന്യം, തിന്മയുടെ സൈന്യം, ഈ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ ഒരു ചെറിയ ഘടകം മാത്രമാണ്. അത് അരങ്ങേറാനുള്ള ഒരു തട്ടത്തിൽ തങ്ങി നിൽക്കുന്ന ചില കൃമികളാണ് മനുഷ്യർ. എന്നാൽ അവർക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനവും ചുമതലയും വളരെ വലുതാണ്. അതിൽ തന്നെ ഒരു വിരോധാഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ആധ്യാത്മികമായ കടമയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം സൃഷ്ടിയുടെ ഏതാണ്ട് ആരംഭം മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ള ഈ അഭൗമമായ പോരാട്ടം, നന്മയുടെയും തിന്മയുടെയും കോസ്മിക് സ്ട്രഗിൾ, അത് തുടരുമ്പോൾ നന്മയുടെ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട്, നന്മ തിന്മ, മനുഷ്യൻ നന്മയുടെ ഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, അതാണ് ദൈവത്തിൻ്റെ പക്ഷം. ദൈവം തിന്മയ്ക്കെതിരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ അവൻ്റെ സഹപ്രവർത്തകരായി സ്ഥിതി ചെയ്യുക, അതാണ് മനുഷ്യർക്കായി കൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാട്. ഇത് വ്യക്തമായി നാം ധരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വരേണ്ട മാറ്റങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? നമ്മുടെ ബോധതലങ്ങൾ എപ്പോഴും വളരെ സങ്കുചിതമാണ്. പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ട് ഇപ്രകാരം രേഖപ്പെടുത്തി എന്നത് ഒന്ന് മനസ്സിലാക്കാൻ നാം ഇനിയും ശ്രമിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ, മനുഷ്യ സ്വഭാവത്തിലെ ഒരു പ്രത്യേകമായ പ്രവണത കഴിയുന്നത്രയും സങ്കുചിതമായി പരിമിതപ്പെട്ട് മാത്രം സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക. എനിക്ക് താല്പര്യമുള്ളത്, എനിക്ക് ഉതകുന്നത്, എനിക്ക് അനായാസം കൈകാര്യം ചെയ്യാവുന്നത്, എൻ്റെ അഭിരുചിയോട് അടുത്ത് നിൽക്കുന്നത്, അതുമാത്രം. അങ്ങനെ വരുമ്പോൾ ഞാൻ തീരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ അറിയുന്ന ലോകം വളരെ ചെറുതാണ്. ഈ ചെറുതായ ലോകത്തിൽ നടക്കുന്ന തിരുവാതിരകൾ, മാമാന്തങ്ങൾ, പൊറാട്ട് നാടകങ്ങൾ, ഇതിനപ്പുറത്ത് എനിക്ക് യാതൊരു ചുമതലയുമില്ല, എനിക്കറിയുകയും വേണ്ട. എൻ്റെ ഈ ചെറിയ ലോകത്തിൽ നടക്കുന്ന പൊറാട്ട് നാടകത്തിൽ തന്നെ അതിൽ മുഴുവനും ഉള്ള നാടകം എനിക്ക് കാണണ്ട. അതിൻ്റെ എൻ്റേതായ ചെറിയ റോൾ, ആ റോളിൻ്റെ ഏറ്റവും പരിമിതപ്പെട്ടൊരു ഭാഗം മാത്രം ഞാൻ വിട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഇതാണ് മനുഷ്യ സ്വഭാവത്തെ എപ്പോഴും ഭരിച്ച് നിയന്ത്രിച്ച് നടത്തുന്ന സമീപനമെന്ന് ദയവായി തിരിച്ചറിയാം. നാം നമ്മുടെ ഓരോരോ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളെ അഭയം പ്രാപിക്കുമ്പോൾ പലരും പറയും, സഭയില്ല, ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയും. സഭ എന്നാൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. സഭ വേണ്ടെന്നല്ല ഞാനീ പറയുന്നത്. സഭ എന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാനീ പറയുന്നത്. നമുക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരിടമല്ല. ചെറുപ്പത്തിലൊക്കെ സാറ്റ് കളിക്കുമായിരുന്നു, പോയി ഒളിച്ചിരിക്കുക. ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും സഭകളെന്ന് പറഞ്ഞാൽ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമാണ്. ലോക യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിയണ്ട, മറ്റുള്ള മനുഷ്യരുടെ അവസ്ഥയെപ്പറ്റി ഒരു ചുമതലയും വേണ്ട. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രസ്താവിക്കുന്ന ഈ ബ്രഹ്മാണ്ഡത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കോസ്മിക് സ്ട്രഗിൾ എന്താണെന്ന് അറിയണ്ട, ദൈവഹിതം എന്താണെന്ന് അറിയണ്ട, അതിൻ്റെ വിസ്താരവും ബാഹുല്യവും അതിൻ്റെ ഉള്ളടക്കങ്ങളും എന്താണെന്ന് ഒന്നും അറിയണ്ട. എനിക്ക് എൻ്റെ കാര്യം മാത്രം.
തൽക്കാലം പ്രയാസമില്ലാതെ ജീവിക്കണം, പിന്നെ വരുന്ന ലോകത്തിൽ എനിക്ക് നിത്യജീവനം വേണം. ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യമാണ്. ഈ ഒരു വൈകല്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെന്നത് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്രകാരം വളരെ ശ്രദ്ധയോടെ മനഃപൂർവ്വം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് കണ്ണുമടച്ച് ഞാൻ ഇത് എഴുതുമായിരുന്നുവെങ്കിൽ ഇതെങ്ങനെ എഴുതി പിടിപ്പിക്കുമായിരുന്നുവെന്ന് അല്പം ഒരു ചെറിയ തോതിൽ എഴുതിയിട്ടുള്ളൊരു വ്യക്തി, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. വളരെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതെന്താണ്? മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ പരിമിതിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് അവനെ ഉയർത്തി ഉന്നതമായ മാനങ്ങൾ നൽകി, അങ്ങനെ ഔന്നത്യത്തിൽ നിന്ന് നോക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അറിയാൻ ശ്രമിക്കുമ്പോൾ അവന് വെളിപ്പെട്ട് വരേണ്ട വിശാലമായ ഒരു ആത്മീയ ലോകം, ആ ലോകം വിളിച്ചറിയിക്കുന്ന ചില ചുമതലകൾ, ചില യാഥാർത്ഥ്യങ്ങൾ, ചില സംഘർഷങ്ങൾ, പോരാട്ടങ്ങൾ, അവയെ തിരിച്ചറിയുകയും മാത്രവുമല്ല ആ പോരാട്ടത്തിൽ നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ എപ്രകാരം കരുപ്പിടിപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇത് വളരെ മനോഹരമാണ്. നമ്മളിലില്ലാത്ത ഒരു ചിന്തയാണ് കരുതലാണ്. ഒരു വലിയ സംഘർഷം അവസാനിക്കാത്ത, എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ സുപ്രധാനമായ ഒരു സംഘർഷം ഇതാ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംഘർഷം നമ്മെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇതിൻ്റെ പരിധിയിൽ വിട്ടാർക്കും വസിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് ഈ സംഘർഷത്തിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കണം. ഇത് ജഡരക്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് ഔന്നത്യത്തിൽ നിൽക്കുന്ന വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എതിരെയുള്ള ഒരു സംഘർഷമാണ്, സമരമാണ്. ഇതിൽ ദൈവവും സാത്താനും പങ്കെടുക്കുന്ന നന്മയുടെയും തിന്മയുടെയും പരമമായ ശക്തികൾ ഏറ്റുമുട്ടുന്ന മനുഷ്യൻ്റെ ഡെസ്റ്റിനി, മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള അവസ്ഥയെ എപ്പോഴും പുനർനിർവചിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശ്രദ്ധേയമായ പ്രതിഭാസമാണ്. ഇതിൽ നിസ്സംഗത പാലിക്കുവാൻ നമുക്ക് അവകാശമില്ല, അത് സാധ്യവുമല്ല. ഇതിൽ പങ്കെടുത്തേ മതിയാകൂ. ഇതിൽ പങ്കെടുത്തില്ല എങ്കിൽ ഇതിൻ്റെ ഇരകളായിത്തീരും. ഒന്നിൽ നാം പടയാളികളായി ഇതിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ നിസ്സംഗതയിൽ നാം ഇതിൻ്റെ ഇരയായി പട്ടുപോകുന്നു. ഈ രണ്ട് സാധ്യതയല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ദർശനം. അപ്പോൾ നാം ഇതിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചാൽ ഈ വലിയ ആത്മീയ യുദ്ധത്തിൽ നാം ദൈവത്തിൻ്റെ പോരാളികളായി നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ വലിയ ആത്മീയമായ യുദ്ധം നടത്തുമ്പോൾ യുദ്ധത്തിന് പോകുന്ന പടയാളികൾ എപ്രകാരമാണ് ഭൗതികമായ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയം പ്രാപിക്കേണ്ടതിന് തക്കതായ പരിശീലനവും പടക്കോപ്പും കരുതി കൊണ്ടുപോകുന്നത് എന്നതുപോലെ തന്നെ ഈ ആത്മീയമായ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കുന്നതിന് പര്യാപ്തമായ പരിശീലനവും പടക്കോപ്പും നമുക്ക് പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് എന്ന വളരെ പ്രാവർത്തികമായ, മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത ലളിതമായ ഒരു വെളിപ്പെടുത്തലാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നടത്തുന്നതെങ്കിലും ഇതതിൻ്റെ അർത്ഥത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം വിധത്തിലാണ് നാം നമ്മെ തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് നിങ്ങളുടെ ഓർമ്മ പുതുക്കി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ മാത്രമേ ഇനിയും ബാക്കിയുള്ള സമയം പര്യാപ്തമാകുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന് ശ്രമിക്കാതെ ഞാൻ ബാക്കിയുള്ള ഭാഗം വായിച്ചിട്ട് ചിന്തകൾ ഉപസംഹരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ, മനുഷ്യൻ്റെ അല്ല, ദൈവത്തിൻ്റെ സർവായുധ വർഗവും എടുത്തുകൊള്ളുവാൻ പ്രത്യേകമായി നിങ്ങൾ കൂട്ടാക്കുവീൻ. അപ്പോൾ എൻ്റെ
ഫോൺ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതെന്താ ദൈവത്തിൻ്റെ സർവായുധവർഗം എന്താണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ഓരോ വിഷയവും പ്രത്യേകമായിട്ട് ഓരോ ദൂതിനുള്ള ആശയം ഇവിടെയുണ്ട്. സത്യത്തെ കൈവിട്ടുകൊണ്ട് വിശ്വാസിക്ക് ഒരു നിമിഷം നൂർന്നു നിൽക്കാൻ സാധ്യമല്ല എന്നതാണ് പറയുന്നത്. സത്യം അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ജസ്റ്റിസ്, നമ്മൾ എത്രമാത്രം നീതിക്ക് വേണ്ടി കൂട്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും. ദ ഗോസ്പൽ ഓഫ് പീസ്. ഷോഡ് യുവർ ഫീറ്റ് വിത്ത് ദ ഗോസ്പൽ ഓഫ് പീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മനോഹരമാണ്. നാം സുവിശേഷം സാക്ഷീകരിക്കുന്നോ ഇല്ലയോ എന്നതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ പരിണിത ഫലം സമാധാനമായിരിക്കും. അങ്ങനെ തന്നെ ആണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ആംഗലേയ എഴുത്തുകാരനായിരുന്ന E.M. ഫോസ്റ്റർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ, ദി ക്രിസ്ത്യൻ മിഷണറീസ് ഹാവ് ഗോൺ ഓൾ ഓവർ ദ വേൾഡ് വിത്ത് എ ബൈബിൾ ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് എ സോഡ് ഇൻ ദ റൈറ്റ്, ലീവിങ് ബിഹൈൻഡ് എ ട്രെയിൽ ഓഫ് ബ്ലഡ്. ക്രിസ്ത്യൻ മിഷണറിമാരെന്ന് പറയുന്ന ആളുകൾ ഇടത് കൈയിൽ വേദപുസ്തകവും വലത് കൈയിൽ വാളുമായി ലോകത്തെമ്പാടും നടന്ന് എല്ലായിടത്തും രക്തച്ചൊരിച്ചിലുണ്ടാക്കി. ഇത് വളരെ സങ്കുചിതമായൊരു ദർശനമാണ്, ഒരു ബയസ്ഡ് വ്യൂ ആണ്. പക്ഷേ ഇതിനകത്ത് അല്പം സത്യം ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇത് സംഭവിച്ച കാര്യം തന്നെയാണ്. എന്നാൽ ക്രിസ്ത്യൻ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ആകത്തുക ഇതാണോ? അല്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതാണ് സത്യം. സത്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. സത്യത്തോട് കണ്ണടയ്ക്കുന്നവൻ സത്യത്തിൻ്റെ ദൈവവുമായി ബന്ധമില്ലാത്തവനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, എടുത്തുകൊള്ളുവീൻ. രക്ഷ എന്ന ശിരസ്ത്രവസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു, അതിനാൽ ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഈ ഒരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ വളരെ കഠിനമേറിയ ബ്രൂട്ടലായിട്ടുള്ള ആത്മീയ യുദ്ധത്തിന്, പോരാട്ടത്തിൽ വിജയശ്രീലാളികളായി പങ്കെടുക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ നാം പങ്കെടുക്കുമ്പോൾ മാത്രമാണ് യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവഹിതം സ്വർഗത്തിലെന്ന പോലെ ഈ ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത്. അപ്രകാരം മാത്രമാണ് യേശുവിനെ പരീക്ഷിക്കുമ്പോൾ സാത്താൻ മൂന്നാമത്തെ പരീക്ഷയായി അവനെ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തി ലോകത്തെ രാഷ്ട്രങ്ങളെയും അവയുടെ മഹത്വത്തെയൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെയും എൻ്റേതാണ് എന്ന അവകാശവാദം ഉയർത്തുമ്പോൾ അതിൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ തിന്മയുടെ പൈശാചിക ശക്തികളുടെ അടിമത്വത്തിൽ കഴിയുന്ന സാർവലൗകിക മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ അവസ്ഥ, അതിൽ നിന്ന് അവനെ വിടുവിച്ച് ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെയും ജീവിത ദർശനത്തിൻ്റെയും അവകാശിയാക്കി തീർക്കുവാൻ യേശു കടന്നു വന്നു. അതുകൊണ്ടാണ് അവൻ ദൈവരാജ്യം പ്രസംഗിച്ചത്. അത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ നാം ഒരു മൂലയ്ക്കിരുന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുകയോ 10 ബാറയ്ക്ക് മൊറോൻ അടിക്കുകയോ 3 കുറിയലൈസോൺ മുക്രയിടുകയോ ചെയ്താൽ സാധിക്കുകയില്ല. വളരെ ശ്രദ്ധേയമായ, ഐതിഹാസികമായ, അനിവാര്യമായ ഒരു വലിയ ആത്മീയ സംഘർഷം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധത്തിൽ നിസ്സംഗത പാലിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ന്യൂട്രാലിറ്റി ഈസ് നോട്ട് പോസിബിൾ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഐദർ യു ആർ ഓൺ ദ സൈഡ് ഓഫ് ഗുഡ് or you are on the side of evil, either you are on the side of God or on the side of Satan. അല്ലെങ്കിൽ യേശു പറഞ്ഞതുപോലെ ഒന്നിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സൈഡിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാമോൻ്റെ സൈഡിലാണ്. നിങ്ങൾ ഏത് സൈഡിലാണ് എന്ന് തിരിച്ചറിയുവാൻ ഒരു പ്രയാസവുമില്ല. അപ്പം അതുകൊണ്ട് അവിടെയുമല്ല ഇവിടെയുമല്ല, എൻ്റെ സൗകര്യം അനുസരിച്ച് ഞാൻ കളിക്കും എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം, ഇത് ശരിയല്ല. ഇത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ പരിണിത ഫലം യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാരമില്ലാത്ത ഉപ്പായിത്തീരും. അത് വെളിയിൽ എറിഞ്ഞു കളഞ്ഞ് മനുഷ്യ ചവിട്ടി നശിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ആ ഒരവസ്ഥയിലേക്ക് നാം ആയിപ്പോയോ എന്ന് ഈ കാലത്ത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ദൈവം എല്ലാവർക്കും സൽബുദ്ധി നൽകുമാറാകട്ടെ. സബ്കോ സന്മതി ദേ ഭഗവാൻ.